ഈ മോന് ഗോഡ്സൺ അല്ലടാ, ഈ മോന് വലിയ സങ്കടത്തിലായിരുന്നു. ഇവനേക്കാൾ സങ്കടം ഇരിക്കുന്ന അമ്മയ്ക്കായിരുന്നു, നമ്മക്കറിയൊക്കെ ആയിരുന്നു. മോടെ പേരെന്നടി? കേസൻ. ഓക്കെ. അപ്പം അങ്ങനെ വലിയ സങ്കടത്തിലായിരുന്നു. ഈ കുഞ്ഞിൻ്റെ ഏത് ചെവിക്കായിരുന്നു? വലതു ചെവിക്ക് കേൾവി നഷ്ടപ്പെട്ടു പോയതായിരുന്നു. പക്ഷേ ഇന്നലെ ആ ചെവിയരും തട്ടിയല്ലേ? ഞാനിങ്ങനെ തട്ടി അല്ലേ? അത്രേ ഉള്ളൂ. തട്ടി യേശുവിൻ്റെ നാമത്തിൽ ചെവി തുറക്കാൻ എന്ന് പ്രാർത്ഥിച്ചു. മകൻ്റെ വലത്തെ ചെവിക്ക് കേൾവി കിട്ടി. ആ സാക്ഷി നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ജോളി ഡെന്നി, കാരമുക്കട വകയെന്നാണ് വരുന്നത്. സ്വന്തം വീട് പണലൂരാണ്. എൻ്റെ മോനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അവന് മെനിഞ്ചൈറ്റിസ് എന്ന അസുഖം വന്നു. ഡോക്ടർമാർ ജീവനോടെ കിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാലും പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് അവനെ ജീവനോടെ തിരിച്ച് കിട്ടി. പക്ഷെ എന്നാലും എന്തെങ്കിലും കുറവുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തെറാപ്പികൾ ചെയ്തിട്ടാണ് അവൻ നടക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് 1ൽ പഠിക്കുമ്പോൾ ഒരു MRI സ്കാൻ ചെയ്തു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അവൻ്റെ വലതുവശത്തുള്ള തലച്ചോറിലെ കോശങ്ങൾ കുറച്ച് നശിച്ചു പോയി. അത് കാരണം കൊണ്ട് അത് ഓഡിയോ സെല്ലാണ് പോയിരിക്കുന്നത്. അത് കാരണം കൊണ്ട് കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും എന്ന് പറഞ്ഞു. പിന്നീട് അവൻ്റെ ചെവിയുടെ കേൾവി കുറഞ്ഞു, വലത് ചെവിയുടെ കേൾവി കുറഞ്ഞു. കഴിഞ്ഞ കൊല്ലമാണ് ഞങ്ങൾക്കത് കൂടുതൽ മനസ്സിലായത്. കുട്ടികളാണ് അത് കണ്ടുപിടിച്ചത്. അങ്ങനെ അന്ന് തൊട്ടിട്ട് പിന്നെ ഞങ്ങൾ 2-3 സ്ഥലത്ത് ടെസ്റ്റിന് പോയി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിന് ചികിത്സയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവിടെ ധ്യാനം വന്നപ്പോൾ ഞങ്ങൾ വന്നത്. അപ്പോൾ ആദ്യത്തെ 3-4 ദിവസമൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെയാണ് കാണാൻ സാധിച്ചത്. കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ സുഖമാക്കി തന്നു. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സൗഖ്യം നൽകിയത് യേശുവാണ്. കർത്താവ് എന്നെ ഒരു ഉപകരണം ആക്കിയെന്ന് മാത്രം. ചെവി അടച്ച മോനെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഗോഡ്സൺ, ഡെന്നി, ജോളി, കാരമുക്ക്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. അതായത് ഈ കുഞ്ഞിന് അമ്മ പറയുന്നത് പ്രസവിച്ചു കഴിഞ്ഞ് മെനിഞ്ചൈറ്റിസ് എന്ന രോഗമുണ്ടായി. അങ്ങനെ ഓഡിയോ സെല്ലുകൾ, തലച്ചോറിലെ സെല്ലുകൾ നശിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, തലച്ചോറിലെ ഓഡിയോ സെല്ലുകൾ നശിച്ചിട്ട് വലതു ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടതാണ്. പക്ഷെ കർത്താവ് ഇന്നലെ ഈ മോൻ്റെ വലതു ചെവി തുറന്നു. അത്ഭുതകരമായ കർത്താവിൻ്റെ സ്പർശനമാണ്. ദൈവത്തിൻ്റെ വചനം അത് 100% സത്യമാണ്. അവൻ്റെ ക്ഷതങ്ങളാൽ നമുക്ക് സൗഖ്യമുണ്ട്. യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ, അവൻ്റെ മുറിവിലൂടെ എനിക്ക് നിങ്ങൾക്കും സൗഖ്യവും അനുഗ്രഹങ്ങളും യേശു ഒരുക്കി വെച്ചിരിക്കുക. ആര് വിശ്വാസത്തോടെ ചോദിക്കുന്നോ അവർക്ക് സൗഖ്യം ഉറപ്പാ. അവൻ്റെ നാമത്തിൽ അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടും. അവൻ്റെ നാമത്തിൽ ചെകിടന്മാരുടെ കാതുകൾ തുറക്കപ്പെടും. അവൻ്റെ നാമത്തിൽ തളർവാദ രോഗികൾ എണീറ്റ് നടക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കും. യേശു ഇന്നും ജീവിക്കുന്നു. അവൻ ഇവിടെയുണ്ട്. അവൻ്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അവൻ ജീവിക്കുന്ന ദൈവമാണ്, ജീവിക്കുന്ന കർത്താവാണ്. Oh Jesus, you are my Lord.